ഹലോ, നമ്മുടെ എൻഗേജ്മെന്റ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഏകദേശം എൻഗേജ്മെന്റിന്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ രീതിയിൽ കോസ്റ്റ്യൂം സെറ്റ് ചെയ്ത് എടുത്തത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ ബിലോ 5000 ആണ് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? പക്ഷെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ബിലോ 5000-നകത്താണ്, 5000 രൂപയ്ക്ക് താഴെയാണ് ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം സെറ്റ് ചെയ്തത്. ആക്ച്വലി എന്റെ ഒരു കോസ്റ്റ്യൂം പ്ലാനിംഗിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഇന്ന രീതിയിൽ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ലുക്ക് വേണം എന്നൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റെഫറൻസ് കാര്യങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് പുറത്ത് കൊടുത്ത് ചെയ്യിക്കാം എന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് ബൊട്ടിക്സിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. കാരണം എനിക്ക് ഹെവി വർക്ക് വേണം, ബ്ലൗസിലെ കാര്യങ്ങൾ എനിക്ക് ഹെവി വർക്ക് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ ഈ എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കോസ്റ്റ്ലി കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ എന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ മാക്സിമം കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിന് ഒരുപാട് കോസ്റ്റ് മുടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം കോസ്റ്റ് കാര്യങ്ങൾ കുറയ്ക്കുക എന്നൊരു രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ബുട്ടിക്കിൽ കൊടുക്കേണ്ട മറ്റേ നമുക്ക് റെന്റൽ ഓപ്ഷൻസ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ റെന്റിൽ പോയി നോക്കി. പക്ഷേ റെന്റലിൽ ഞാൻ വിചാരിച്ച രീതിയിലുള്ളതൊന്നും എനിക്ക് കിട്ടിയില്ല. റെന്റലിലേക്ക് പോകുന്ന സമയത്ത് നല്ല കോസ്റ്റാണ് റെന്റിൽ. ഞാൻ നോർമൽ എന്താ പറയാ, അങ്ങനെ പറയല്ല, എനിക്കറിയാം നമ്മൾ റെന്റലിൽ എന്താ പറയാ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുന്ന സമയത്ത് 10,000, 20,000, 25,000, 50,000 ഒക്കെ ആകും. പക്ഷെ എന്നാലും ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ 5,000, 10,000 കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ സ്വന്തമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുമ്പോൾ അതിനേക്കാളും സങ്കടമായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ റെന്റൽ ഓപ്ഷനും വേണ്ടാന്ന് വെച്ചു. ദെൻ ബട്ട് നെക്സ്റ്റ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, എങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതങ്ങ് ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യും, പക്ഷേ എനിക്ക് മുൻപൊന്നും ഞാൻ ഇങ്ങനത്തെ വർക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടുമില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ മെറ്റീരിയൽ, നമുക്ക് കോസ്റ്റ്യൂം ചെയ്യാനുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ ഷോപ്പുകളിൽ പോയ സമയത്ത് ഉദ്ദേശിച്ചുള്ള ഫാബ്രിക്കോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് ബോഡി വരുന്നതിൽ ഒരു മെറൂൺ റെഡ് അല്ലെങ്കിൽ ഒരു ന്യൂഡ് റെഡ് ബോർഡർ, അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ എനിക്ക് ആ ഒരു രീതിയിലുള്ള ഒരു മെറ്റീരിയൽ എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറേ നോക്കി, പക്ഷെ എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫൈനലി നമുക്ക് സാരി പർച്ചേസ് ചെയ്യാം എന്നൊരു ഐഡിയയിലേക്ക് എത്തി. അത് നമുക്ക് ഈ ഒരു ലെഹങ്ക മോഡൽ അല്ലെങ്കിൽ ദാമണി മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ നാട് കാലിക്കറ്റ് ആണ്. സോ ഞാൻ കാലിക്കറ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് 2-3 ഷോപ്പുകളിൽ കയറിയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മോഡലിലുള്ള ഒരു സാരി കാര്യങ്ങൾ കിട്ടി. അവിടെ നിന്ന് ഞാൻ വേറെ എക്സ്ട്രാ ആയിട്ട് പർച്ചേസ് ചെയ്തത് എനിക്കൊരു ദുപ്പട്ട ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.5 മീറ്റർ ഒരു സെയിം ടോണിൽ വരുന്ന ഒരു റെഡ് കളറിലുള്ള ഒരു ഷോളും കൂടി ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമാണ് ഞാൻ ഡ്രസ്സിങ്ങിന്റെ സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനുശേഷം ഇതിന് സ്റ്റിച്ച് ചെയ്യണല്ലോ. സ്റ്റിച്ചിങ് അറിയാം, പക്ഷെ റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. കാരണം അപ്പോൾ ഹോസ്റ്റലായിരുന്നു. സോ അതുകൊണ്ട് ഹോസ്റ്റലിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാന്ന് പറയാൻ എനിക്ക് അവിടെ മെഷീൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, പുറത്ത് കൊടുക്കുക തന്നെ. സോ ഞാൻ വർക്ക് ചെയ്തത് മഞ്ചേരിയാണ്. അപ്പം മഞ്ചേരിയിലുള്ള ഒരു സാധാരണ ടൈലറിംഗ് ഷോപ്പിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വേറൊരു വീഡിയോ പറയാം, അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ മഞ്ചേരിയിൽ ആ ഒരു സാധാ ഷോപ്പിലായിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അതായത്